നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൂടുകാലത്തുണ്ടാകുന്ന ഡീഹൈഡ്രേഷനെ കുറിച്ചാണ്. ചൂടുകാലത്ത് ശരീരം അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിയർപ്പ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് വിയർപ്പ് ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റ്സും നമ്മൾ ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ സപ്ലൈ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് കാരണം ഹീറ്റ് എക്സോഷന് അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സാധാരണയായിട്ട് ഡീഹൈഡ്രേഷൻ വരുന്നത് ദാഹം തോന്നുന്നതും വായ വരണ്ട് നിൽക്കുന്നതുമാണ് ഡീഹൈഡ്രേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പെയിൽ യെല്ലോ കളർ ആയിട്ടുള്ള യൂറിന് ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ആംബർ കളറിലൊക്കെ വരുന്ന സമയത്ത് അത് സിഗ്നിഫൈ ചെയ്യുന്നത് കൂടുതൽ വെള്ളം ശരീരത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ക്ഷീണം, മസിൽ ക്രാമ്പ് ഇതൊക്കെ ഡീഹൈഡ്രേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ടോട്ടലി ഒരു കൺഫ്യൂസീവ് സ്റ്റേറ്റ് ആവുക, അതുപോലെ തന്നെ ഒരു ഇറിറ്റബിലിറ്റി ഒക്കെയാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആളുകളിൽ കാണിക്കാറുണ്ട്. അപ്പൊ ഡീഹൈഡ്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും? ദാഹം വരുന്നത് വരെ കാത്തു നിൽക്കരുത്. 2.5 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാം. ഇത് പ്ലെയിൻ ഫ്ലൂയിഡ് മാത്രമാണ്. ഇനി അഥവാ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്റ്റേണസ് ആയിട്ടുള്ള നന്നായിട്ട് വിയർക്കുന്നതായിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ കുറേ സമയം നന്നായിട്ട് വിയർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ എമൗണ്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അതായത് വാട്ടർമെലന്, കുക്കുംബർ, ഓറഞ്ച്, തക്കാളി, സ്പിനാച്ച് ഇങ്ങനത്തെ ഫുഡിലൊക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഡീഹൈഡ്രേഷൻ കുറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇളനീരിന്റെ വെള്ളം, കോക്കനട്ട് വാട്ടർ, അതുപോലെ തന്നെ ORSന്റെ സൊല്യൂഷനും. അതുപോലെ തന്നെ ആൽക്കഹോളിന്റെയും കഫേന്റെയും ഇൻടേക്ക് കുറക്കുക. ഇത് രണ്ടും ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം കൂടുതൽ ഫ്ലൂയിഡ് ലോസ് ഉണ്ടായി കഴിയുമ്പോൾ ഡീഹൈഡ്രേഷൻ കൂടാനുള്ള സാധ്യതകളും കൂടുതലാണ്. വേറെ എന്തൊക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഈ സമ്മറിൽ ചെയ്യാൻ കഴിയും? ഒന്ന്, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള, കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഭാഗത്ത് പോയിട്ട് ചെയ്യാം. കൂടുതലും ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും ആയിട്ട് ചെയ്യാൻ നോക്കുക. ലൈറ്റ് ആയിട്ടുള്ള, ലൂസ് ആയിട്ടുള്ള, ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കുക. അത് കാരണം വിയർപ്പ് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോവാൻ സഹായിക്കും. ബോഡി കുറച്ചും കൂടി കൂളർ ആയിട്ട് കിട്ടും. അപ്പം വീണ്ടും സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ബോഡി ടെമ്പറേച്ചർ കുറക്കേണ്ട ആവശ്യം ശരീരത്തിന് വരുന്നില്ല. കൂടുതലും കുട്ടികളും വയസ്സായ ആളുകളുമാണ് ഡീഹൈഡ്രേഷൻ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അവരാണ് ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ടും പെട്ടെന്ന് ബാധിക്കുന്നത്. താങ്ക് യു.